തേർഡ് ഇയർ MBBS എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് ബാച്ച് ട്രിപ്പ് പോകാനായിട്ട് നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തിരുന്നു. എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് എന്നാൽ ഗോവയിലേക്ക് പോകാൻ കരുതിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗോവൻ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നാണ് പറയാൻ പോകുന്നത്. നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോട് നിന്നായിരുന്നു. കോഴിക്കോട് നിന്ന് നേരെ മാംഗ്ലൂരിലേക്ക്. മാംഗ്ലൂർ വരെയുള്ള 3-4 മണിക്കൂർ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും നമ്മളെല്ലാവരും ഒരേ വൈബായോണ്ട് ആ ബോറടി അങ്ങ് ഒഴിവായി. മണിക്കൂറുകൾ ഇങ്ങനെ പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 7 മണിയൊക്കെ ആവാറായപ്പോഴേക്കും നമ്മൾ മാംഗ്ലൂർ എത്തി. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഗോവയിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. പക്ഷെ നമ്മൾ ഗോവയിൽ മാത്രമല്ല ദണ്ഡേലിയിലും കൂടി പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ബസ്സിലാണ് ഇനി ദണ്ഡേലിയിലോട്ടും ഗോവയിലേക്കും പോകാൻ പോകുന്നത്. ദണ്ഡേലിയിലേക്ക് ഇവിടെ നിന്ന് ഒരു 6-7 മണിക്കൂർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിനു മുമ്പായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഷോപ്പിംഗ് മാളിൽ പോയിരുന്നു. എന്തായാലും ഇതൊരു നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം ഒരു 11 മണി വരെ നമ്മൾ ഈ ഷോപ്പിംഗ് മാളിൽ ടൈം സ്പെൻഡ് ചെയ്തു. ഇതിന്റെ ഇടയിൽ കൂടെ നമ്മളെല്ലാവരും കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നീടാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. പണ്ട് മുതലേ ഇത്രയും ടോയ്സ് ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഇത് അത്യാവശ്യം നല്ല ഓഫർ ആയിട്ട് തോന്നി. ഏകദേശം ഒരു 15 പീസിന് 399 ആയിരുന്നു. പിന്നെ ഈ 35 രൂപേന്റെ ഷുഗർ കെയിൻ ജ്യൂസും അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളിവിടെ നിന്ന് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോഴാണ് ഈ പൂച്ചേനെ കണ്ടത്. ആദ്യം നമ്മൾ കരുതിയത് ഇവിടെ വന്ന ആരുടെയോ പൂച്ചയാണെന്നാണ് കരുതിയത്. പിന്നീടാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. ഈ മാളിന്റെ ഫ്രണ്ടിലായിട്ട് ഈ പൂച്ചയ്ക്ക് വീട് തന്നെയുണ്ട്. ആ വീട്ടിൽ പൂച്ചയുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് ബസ്സിലേക്ക് പോവാണ്. ഈ മോർണിംഗ് ആകുമ്പോഴേക്കും ദണ്ഡേലി എത്തും. മോർണിംഗ് എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഫുൾ ചോളത്തിന്റെ പാടം. പുറമെ ഇങ്ങനത്തെ കുറെ വീടുകളും കാണാം. ആ സീൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഒരു ലോറിയും വന്നു. യെസ്, നമ്മൾ ദണ്ഡേലി എത്തി. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ സ്റ്റേ ഇവിടെയാണ്. ദണ്ഡേലിയിലെ കയാക്കിങ്ങും റാഫ്റ്റിംഗ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നാളെ മോർണിംഗ് തന്നെ ഗോവയിലേക്ക് പോകാനാണ് പ്ലാൻ. ഇവിടെയാണെങ്കിൽ ആർച്ചറി ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. ഫസ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയപ്പോൾ ഞാനൊന്ന് പേടിച്ചു. കാരണം ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു. പക്ഷെ സാമ്പാറൊക്കെ അത്യാവശ്യം നമുക്ക് പറ്റുന്ന ടേസ്റ്റ് ആയിരുന്നില്ല. ഇനിയാണ് നമ്മൾ കയാക്കിങ്ങിനും അഡ്വഞ്ചർ റാഫ്റ്റിങ്ങിനൊക്കെ ആയിട്ട് പോകാൻ പോകുന്നത്. അവർ പ്രത്യേകം പറഞ്ഞു ഇവിടെ 20 ഫീറ്റ് ആഴമുണ്ട്. അതുകൊണ്ട് ഫോൺ പോയിട്ടുണ്ടെങ്കിൽ പോയതാന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഏറെക്കുറെ ഇങ്ങനത്തെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ ഫോൺ എടുത്ത് വെച്ചു. അല്ലെങ്കിൽ ബാക്കി വ്ളോഗ് എടുക്കാനായിട്ട് ഫോൺ കാണൂല. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒരുത്തൻ സിപ്പ് ലൈനിൽ കൂടി പോകുന്നത്. ഞാനാണെങ്കിൽ എന്റെ മുകളിൽ വരെ ഒന്ന് പോയിട്ട് തിരിച്ചിറങ്ങി വന്നു. ഇത്രയും ഹൈറ്റ് ഒന്നും നമുക്ക് പറ്റില്ല. രാവിലത്തെ ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഉച്ചയ്ക്കുള്ള ലഞ്ച് അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ആയ പറയണ്ടല്ലോ, ഇവിടെയാണെങ്കിൽ പൂളും ഉണ്ട്. ഈ പൂളിലാണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു. എനിക്കൊരു ഐസ് ബാത്തിന്റെ ഫീലാണ് കിട്ടിയത്. ഇനിയിപ്പോ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ക്യാമ്പ് ഫയർ. എല്ലാ ക്യാമ്പ് ഫയറും പോലെ തന്നെ നമ്മൾ കുറെ പാട്ട് പാടി, കുറെ കഥകൾ പറഞ്ഞു. ഈ ക്യാമ്പ് ഫയറിന്റെ ചുറ്റും ഇരുന്നപ്പോഴാണ് കുറച്ചെങ്കിലും തണുപ്പ് കുറഞ്ഞു കിട്ടിയത്. ഇനി നാളെ നമ്മൾ ഗോവയിലേക്ക് പോവാണ്. ഗോവയിലേക്ക് പോകുന്ന എക്സൈറ്റ്മെന്റിൽ രാവിലെ തന്നെ എണീറ്റു. ദണ്ഡേലിയിലെ സൺറൈസ് കണ്ടാണ് എണീറ്റെങ്കിലും ഈവനിങ് ഗോവയിലെ സൺസെറ്റ് കാണണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇന്നലത്തെ അഡ്വഞ്ചർ റാഫ്റ്റിംഗിന്റെ എഫക്റ്റ് ആണെന്ന് അറിയത്തില്ല. മോർണിംഗ് തന്നെ കുറച്ചുപേര് കൈ വേദന എടുക്കുന്നതെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഗോവയിലേക്ക്. അങ്ങനെ നമ്മുടെ എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്ത് നമ്മൾ ഇതേ ഗോവയിലേക്ക് പോകാൻ പോവാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ബാച്ച് ഫോട്ടോ എടുത്തു. ഇവിടെ നിന്നാണെങ്കിൽ 4-5 മണിക്കൂർ എന്തായാലും ഗോവയിലേക്കുണ്ട്. ഇത് നമ്മുടെ ട്രിപ്പിന്റെ 3ാമത്തെ ദിവസമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം വളരെ പെട്ടെന്നാണ് ഈ 3 ദിവസം കടന്നുപോയത്. ഇനി നമ്മൾ ഗോവയിലേക്ക് പോവാണ്. നമ്മളുടെ കേരളം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇതുവഴി പോയിട്ട് ഇത് കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിച്ചു പോകും. ഞാൻ വേറെ കുറെ സ്ഥലങ്ങളുണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴേക്കും ഞാൻ എക്സ്പെക്ട് ചെയ്ത ഗോവ എനിക്ക് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയ എത്തിയപ്പോഴാണ് എനിക്ക് ഗോവ എത്തി എന്നുള്ളൊരു ഫീൽ കിട്ടിയത്. ഗോവയിൽ വന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഗോവയിലാണ്. ഗോവൻ താലി ട്രൈ ചെയ്യാന്ന് കരുതി. എക്സൈറ്റ്മെന്റ് ഇത്തിരി കൂടിയോണ്ടാണെന്ന് അറിയത്തില്ല. ഗോവയിലെ റിസോർട്ടിന്റെ വീഡിയോസ് എടുക്കാൻ മറന്നു. ആകെ എടുത്താണെങ്കിൽ ഈ ഒരു സെൽഫിയും. ഇനി നമ്മൾ ബാഗ ബീച്ചിലേക്ക് പോവാണ്. ഈ ബീച്ചിലാണ് പബ്ബും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളുടെ റിസോർട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ മാത്രമേ ഈ ബീച്ചിലോട്ട് ഉണ്ടായിരുന്നുള്ളൂ. പോകുന്ന വഴിയാണെങ്കിൽ തന്നെ നല്ല എസ്തെറ്റിക് ആയിരുന്നു. കുറെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. നമ്മളെല്ലാവരും ആണെങ്കിലും ആദ്യമായിട്ട് ഗോവയിലെ ബീച്ചിൽ വന്നതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു. ഫേൺവേ ഹോളിഡേയ്സ് ആയിരുന്നു നമ്മുടെ ടൂർ കോർഡിനേറ്റ് ചെയ്തിരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ അനീസിക്ക. ആള് നമുക്കൊരു ഫുൾ ഐഡിയ പറഞ്ഞു എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്, തിരിച്ചെങ്ങനെ വരും എന്നുള്ള എല്ലാ ഫുൾ ഡീറ്റെയിൽസും ആള് പറഞ്ഞു. നമുക്ക് ഫുൾ ഒരു വാം ലൈറ്റ് അപ്പിയറൻസ് ആയിരുന്നു അവിടെ. അത്യാവശ്യം ഇവിടെയൊക്കെ ക്രൗഡഡ് ആണ്. ഈ വാം ലൈറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഫുഡ് കഴിക്കാനുള്ള ഏരിയാസ് ആണ്. ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് ആയിരുന്നു അവിടെ. എല്ലായിടത്തും ആണെങ്കിൽ ഇങ്ങനെ DJ പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഈ വീഡിയോ കൊണ്ട് ആൽക്കഹോളിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ തുടങ്ങി. അറ്റ്ലീസ്റ്റ് ഇവിടേക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ മാത്രമായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഈ ബീച്ചിൽ നിന്ന് അറ്റത്തേക്ക് നോക്കുവാണെങ്കിൽ അങ്ങ് ദൂരെ വരെ ലൈറ്റ് കാണാമായിരുന്നു. ഏകദേശം അങ്ങ് ദൂരെ വരെ ഈ സെയിം ആംബിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുത്ത് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ പബ് എല്ലാം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ആക്റ്റീവ് ആവും. പബ്ബിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേൾസിന് എൻട്രി ഫ്രീ ആണ്. പക്ഷേ ബോയ്സിന് പൈസ കൊടുക്കണം. അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന്റെ ഒപ്പം പോവുകയാണെങ്കിൽ 50% എന്തോ ഓഫർ ഉണ്ട്. ഇപ്പൊ സമയം ഏകദേശം 9 മണി ആവാറായിട്ടുണ്ട്. ഇനി ഇവിടെ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഫുഡ് കഴിക്കണം.
എന്തായാലും ഇവിടെ എക്സ്പെൻസീവ് ആണ് ഷോപ്പിംഗ് ഒക്കെ. അതുപോലെ തന്നെ നോർമൽ സംഭവങ്ങൾക്ക് വരെ അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ MRP 10 രൂപയുടെ ഒരു സാധനമാണെങ്കിൽ തന്നെ ഇവിടെ ഒരു 30 രൂപയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി. ഇവിടെ നമുക്കറിയാവുന്ന പബ്ബാണെങ്കിൽ ഫസ്റ്റത്തത് മാംബോ, വേറെ എന്ന് പറയുന്നത് ടിറ്റോസ് ആയിരുന്നു. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാംബോ. അത് ഈ സ്റ്റാച്ചുവിന്റെ അടുത്ത് തന്നെയായിട്ടാണ്. ഈ കാണുന്ന സ്ട്രീറ്റ് മൊത്തം പബ്ബാണ്. ഇവിടെയാണ് ടിറ്റോസ് ഒക്കെ വരുന്നത്. ഞങ്ങൾ പിന്നെ പബ്ബിൽ കയറണ്ടെന്ന് തീരുമാനിച്ചു. പകരം സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി നാളെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത്. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി. ഇന്ന് നമ്മളിവിടുത്തെ സ്ട്രീറ്റിലും അതേപോലെ തന്നെ ബീച്ചിലും പിന്നെ ഷോപ്പിങ്ങിനും പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗോവയിലെ ഈ ബ്രിഡ്ജിലൂടെ പോകുമ്പോൾ താഴെ കാണുന്ന വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂറോളം യാത്ര ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയേക്കുവാണ്. ആദ്യം നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ചർച്ചിലേക്കാണ്. ഇവിടെ വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക, ബിക്കോസ് ഇവിടെ ചർച്ചിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ നമുക്ക് സ്ലീവ്ലെസ് ഡ്രസ്സാണ് ഇട്ടേക്കുന്നെങ്കിൽ അവർ അകത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ബ്രിഡ്ജിന്റെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ പോയ സമയം കുറച്ച് വെയിൽ കൂടിപ്പോയെന്ന് സംശയമുണ്ട്, ബിക്കോസ് നല്ല രീതിക്ക് വെയിലുണ്ടായിരുന്നു. ഞാൻ ഏതൊക്കെ രീതിയിൽ ഈ ബ്രിഡ്ജിനെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടും വണ്ടികൾ അങ്ങോട്ട് ഒഴിയുന്നില്ല. അങ്ങനെ നടന്ന് നമ്മൾ ഇവിടെ എത്തി. ഇനിയാണ് നമ്മൾ ചർച്ചിലേക്ക് പോകാൻ പോകുന്നത്. ചർച്ചിലാണെങ്കിലും ആദ്യം വീഡിയോസോ ഫോട്ടോസ് എടുക്കാനോ സമ്മതിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ വരുന്ന എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു സ്ട്രീറ്റിലേക്ക് പോവാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ടൂറിസ്റ്റ് ഇവിടെ വരുന്നതോ ഫോട്ടോസ് എടുക്കുന്നതോ വലിയ താല്പര്യമില്ലാത്ത കാര്യമാണെന്നാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക, ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് എന്ന് എഴുതിയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഫോട്ടോ എടുക്കാതിരിക്കുക. കാരണം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ആ വീട്ടുകാർ ചിലപ്പോൾ ചീത്ത പറയും. ചില ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ വെള്ളം കോരി ഒഴിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ സ്ട്രീറ്റിന്റെ അകത്താണ് ഏറ്റവും ഓൾഡ് ബാർ ആയിട്ടുള്ള ജോസഫ് ബാർ ഉള്ളത്. നമ്മൾ ജസ്റ്റ് അത് പുറമേന്ന് കണ്ടു, കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ ഈ കാണുന്നതാണ് ഗോവയിലെ ബസ്. നമ്മുടെ അവിടെ കാണുന്നതിലേക്കാളും കുറച്ച് ഡിഫറന്റ് ആയിരുന്നു ഈ ബസ്. കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ഈ ലഞ്ച് ആണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത്. എന്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ ഗോവൻ ബെബിൻക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സ്വീറ്റ് ആണ്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. ഈ ഏരിയയിലാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമ്മൾ ഇന്നലെ പോയ സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ റേറ്റ് കുറവാണ്. നമ്മൾ അത്യാവശ്യം ബാർഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റേറ്റ് കുറച്ചും കൂടി കുറച്ച് തരും. പിന്നെ ഗോവയിലെ ബീച്ചിലെത്തിയപ്പോൾ ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്ന ആളെയും കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണോ ആൾ ഇത്ര നേരം അനങ്ങാതെ നിൽക്കുന്നത്. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു. ഇനി നമ്മളെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അനീസി കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത്. ടൂറിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയാനാണെന്നാണ് പറഞ്ഞത്. ഞാനാണ് ഈ ഞെട്ടിപ്പോയി, കാരണം ടൂറിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് കരുതി. ഇത് കേട്ടപ്പോഴാണ് സമാധാനമായത്. കാരണം ഇന്ന് ഇവിടെ 4 പേരുടെ ബർത്ത്ഡേ ആയിരുന്നു. അവർക്കാണെങ്കിൽ സർപ്രൈസ് കൊടുത്തതായിരുന്നു അത്. സത്യം പറഞ്ഞാൽ നമ്മളാണെങ്കിലും ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഈ ബർത്ത്ഡേ ഉള്ള ആൾക്കാരാണെങ്കിലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സർപ്രൈസ്. എനിക്ക് തോന്നുന്നു അവരുടെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഏതായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് നമ്മുടെ ട്രിപ്പ് ദേ ഇവിടെ അവസാനിക്കാൻ പോവാണ്. അവസാനമായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വ്ളോഗിൽ കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം ഞാൻ ആ സമയങ്ങളിൽ വീഡിയോസ് എടുക്കാനേ മറന്നുപോയി. കാരണം അത്രയും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ട്രിപ്പ്. എൻ്റെ MBBS ലൈഫിലെ വൺ ഓഫ് ദ മെമ്മറബിൾ ട്രിപ്പായിരുന്നു ഇത്. അങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്, കുറേ നല്ല മെമ്മറീസുമായിട്ട്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫോർ നൗ. ഗോവ ട്രിപ്പ് മോഡ് ഓൺ ആയി.